വെൽക്കം ബാക്ക് ടു ബ്രാൻഡ് ന്യൂ വ്ളോഗ് ഗൈസ്. പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഡേ വളരെ വളരെ സ്പെഷ്യൽ ആണ് ഗൈസ്. ആക്ച്വലി ഇന്ന് സിബിയുടെ ബർത്ത്ഡേ ആണ്. സോ എല്ലാവരും വിഷ് ചെയ്യണം സിബിയെ. എല്ലാവരും കമന്റിൽ സിബിക്ക് ഹാപ്പി ബർത്ത്ഡേ അയക്കണം. എല്ലാവരും കമന്റിൽ സിബിക്ക് ഹാപ്പി ബർത്ത്ഡേ അയക്കണം. അതുപോലെ തന്നെ ഇനി എന്റെ നെക്സ്റ്റ് പരിപാടി എന്ന് പറഞ്ഞാൽ അവ ഇന്നലെ രാത്രി വിളിച്ചിട്ട് എന്നോട് പറഞ്ഞ് ഇന്ന് രാവിലെ അമ്പലത്തിൽ പോകണമെന്ന് പറഞ്ഞ്. സോ നമ്മൾ ഫസ്റ്റിലെ അമ്പലത്തിലൂടെ പോകണം. പക്ഷേ ഞാൻ എന്താണ് കുളിച്ച് റെഡി ആയില്ല ഗൈസ്. അപ്പൊ ഞാൻ കുളിച്ച് റെഡി ആയിട്ട് വരുന്ന ടൈം കൊണ്ട് നിങ്ങൾ ഇൻട്രോ ആണ്. അല്ല ഫൈനലി ഞാൻ റെഡിയായി നേരെ സിബിയെ കാണാൻ വേണ്ടി നേരെ ബസ് സ്റ്റോപ്പിലോട്ട് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഓക്കെ 8:30 നമ്മളിപ്പോ ഞാൻ കുളിച്ച് റെഡിയായി സെറ്റ് വന്നപ്പോൾ ഓക്കെ 8:28 ചേട്ടാ. ഓക്കെ ഒരു ബസ് പോയെന്ന് വിളിച്ച് പറയുകയും ചെയ്തു. ഞാൻ ഇപ്പോൾ ഇവിടുന്ന് നടന്ന് സ്പീഡായിട്ട് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് ഒരു 1.5 കിലോമീറ്റർ ഉണ്ട് ഗൈസ് അവിടെ എത്താനായിട്ട്. അപ്പം അത്രയും ടൈം നമുക്ക് എടുക്കും. ഒരു 10 മിനിറ്റ് കൊണ്ട് നമ്മൾ അവിടെ എത്തും. ഓക്കെ അപ്പം ഞാൻ സ്പീഡായി നടന്ന് ബസ് സ്റ്റോപ്പ് എതിരെ കാണിച്ചു തരാം. പോടാ നീ കുളിച്ചില്ലേ? എന്റെ കണ്ണൊക്കെ കുഴിഞ്ഞിരിക്കുന്നു. സീരിയസ് ആയി? ഓ ഉറങ്ങിയില്ലേ ഇന്നലെ? ഡാർക്ക് അല്ല കണ്ണ് കുഴിഞ്ഞിരിക്കുന്നു ഇവിടെ. അല്ല അത് മറ്റേ കറുപ്പല്ലേ. ഇപ്പോഴും ഹാപ്പി ബർത്ത്ഡേ. താങ്ക്സ് യു. ഓക്കെ ഗൈസ്, അപ്പൊ 3 ബസ് നമ്മളിവിടെ എന്നപ്പോ പോയായിരുന്നു. എല്ലാം എന്റെ ഒരു തെറ്റാണ് കേട്ടോ. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ താമസിച്ചതല്ല. ഞാൻ അവിടെ നടന്ന് ഇങ്ങനെ എത്തുമ്പോ സത്യം പറഞ്ഞാൽ ഞാൻ 3 ബസ്സൊക്കെ പോകും. 1 കിലോമീറ്റർ കൂടെ ഉണ്ടാവണം. എവിടെ ഞാൻ അവിടെ നടന്നു വന്നായിരുന്നു. 1 കിലോമീറ്റർ ഇല്ല, 1 കിലോമീറ്റർ അടുപ്പിച്ച് വരും. ദൂരം തോന്നിക്കൂലേ എനിക്ക്? അവിടുന്ന് ഇവിടെ വരുന്ന നല്ല ദൂരം തോന്നി. അച്ഛന്റെ അങ്ങോട്ട് കൊണ്ടാണ്. എന്ത് ഷോർട്ടായി പോയി? അവിടെ ചെറുതായിട്ട് ഷോർട്ടായി പോയി. ചേട്ടൻ ഈ ഉടുത്തേക്കണോണ്ട് ആ ഒരു ഇത് തന്നെയെന്ന് അറിയാൻ വയ്യ. നോക്കിയില്ല. പെട്ടെന്ന് നീ വിളിച്ച എപ്പോഴാണെങ്കിലും തലേന്ന് നേരെ ഇറങ്ങി നമ്മുടെ നാട്ടിൽ വെച്ച് ഞാൻ ഇതുവരെ അധികം വ്ളോഗ് എടുത്തിട്ട് ഗൈസ്. അതുകൊണ്ടാണ് സിബി ഇങ്ങനെ കൺഫ്യൂസ് ആയിരിക്കുന്നത് കേട്ടോ. വേണ്ട, ഞാൻ ഇവിടുത്തെ സ്ഥലം നിങ്ങളെ കാണിക്കണില്ല. പിന്നീട് കാണിക്കാം. ഈ കമ്മലൊന്ന് മാറ്റി. ഈ കമ്മൽ എന്ത് സ്വർണ്ണത്തിന്റെ റൗണ്ടില്ലേ? റൗണ്ട് ചേരാണല്ലേ എനിക്ക് തോന്നുന്നു. അല്ല ഇത് ചേരും പക്ഷെ ഒരു ഗുണ്ടയായിരുന്നു നിങ്ങളെ പോകണ്ട. ഓ അങ്ങനെ ഉണ്ടല്ലേ? എന്നാ കുഴപ്പമില്ല. ശരിയാവാത്തൊരു ഗുണ്ട് എനിക്ക് ഇത് കുറവായിട്ടാണ്. മറ്റേ റോഡിൽ കിടന്ന് എഴുതിയില്ല. അതേ അവസ്ഥയാണ്. പക്ഷെ ഞാൻ 2 ദിവസം കൊണ്ട് തന്നെ മുണ്ട് കൊടുക്കാൻ പഠിച്ച. ഇപ്പൊ ഇത് കൊള്ളാം. 2 ദിവസം കൊണ്ട് തന്നെ ഞാൻ മുണ്ട് കൊടുക്കാൻ പഠിച്ചു. മുണ്ടെടുത്ത് ഇറങ്ങിയപ്പോ ബസ് എല്ലാം കൂടെ പോയെന്നൊരു സംശയമുണ്ട്. ദൈവത്തിനറിയാം. ഇതോ ആ കാണുന്നതാണ് നമ്മൾ ഇവിടുത്തെ ഈ ജംഗ്ഷനിലെ അമ്പലം. ഇതിന്റെ തൊട്ടടുത്താണ് അവന്റെ വീട്. ഇവിടുന്ന് 1 കിലോമീറ്റർ ബാക്കിലാണ് എന്റെ വീട്. നമ്മൾ തമ്മിൽ എങ്ങനെ കണക്ട് ആയിരുന്നു വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ കണക്ട് ആയത്? അതൊരു വലിയ ചരിത്രമല്ല, യൂട്യൂബ്. ഇവന് യൂട്യൂബർ, ഞാൻ യൂട്യൂബർ. അങ്ങനെയാണ് നമ്മൾ കണക്ട് ആയത്. സോ ഇനി നമ്മൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് നേരെ നിർമ്മിക്കും. ഗായ്സ്, അപ്പോൾ ഫൈനലി നമ്മൾ അമ്പലത്തിന്റെ ഫ്രണ്ടിൽ വന്ന് ഇറങ്ങിയിരിക്കുകയാണ്. സിബി ദോ അമ്പലത്തിലോട്ട് കയറാനായിട്ട് പോകുന്നു. ഞാനിത് അമ്പലത്തിലോട്ട് കയറാനായിട്ട് പോകുന്നത്. സിബി ബർത്ത്ഡേ പോയി. ഞാൻ അടുത്ത ക്ഷേത്രം തേടി പോവുകയാണ്. അടുത്ത എവിടെയാണ് പോകണം? ഇവിടെ സംഭവം കോലം വരച്ചിട്ടുണ്ട്. കണ്ടോ? അപ്പൊ ഗണപതി ക്ഷേത്രത്തിലേക്ക് ഞാനും. ഒരു ദിവസം ഉച്ചയ്ക്ക് ഇവിടെ വന്ന് വ്ളോഗ് ചെയ്ത് ഓർമ്മ. ഓ പണ്ടൊരിക്കൽ നമ്മളൊന്ന് വ്ളോഗ് ചെയ്തിട്ടുണ്ട്. അത് ആദ്യമായിട്ട് ഞാൻ ഇവിടെ പക്ഷേ നീ പറയണ കേട്ടോ. അഞ്ഞു പറഞ്ഞു ആദ്യത്തെ വ്ളോഗ് അവിടെ കോലം വരച്ചിട്ടിരിക്കുന്ന കേട്ടോ. ഇപ്പുറത്തോടെ പോകും. അപ്പോഴന്ന് നമ്മൾ ഫസ്റ്റ് ടൈം പറഞ്ഞല്ലേ ഒരുമിച്ച്. അന്ന് ഫസ്റ്റ് ടൈമാണ് ഒരുമിച്ച് വന്നത്. അതിനുശേഷം ഞാൻ അതിനുശേഷം ഒരുപാട് തവണ ഇങ്ങോട്ട് വന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ ഫ്രണ്ട് നടക്കുന്നുണ്ട്. ഞാൻ എന്താ പുറകെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന കട്ട വെയിലായി കേട്ടോ. ഇവിടെ നട അടച്ചാണ്. സമയം വന്നിട്ട് 9:30. നട അടച്ചാണെന്ന് എനിക്ക് അറിഞ്ഞൂടെ. എന്തായാലും നോക്കാം. നമ്മളെ അവസാന പൂജയ്ക്കായിരിക്കും പോകണം കേട്ടോ. അതായത് അമ്പലം നട അടയ്ക്കാൻ തൊട്ട് മുമ്പുള്ള ആരാധനയില്ലേ, അതിനായിരിക്കും നമ്മൾ പോകണം കേട്ടോ. ഇവിടെ വലിയൊരു കുളമൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഞാൻ മുമ്പ് കാണിച്ചു തന്നിട്ടുണ്ട്. എന്നാലും നമ്മൾ പോകുമ്പോൾ കാണിച്ചു തന്നിരിക്കുന്നത് ശരിയല്ലല്ലോ. ഓടിയോ? കണ്ടിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് വ്ളോഗിൽ കാണിച്ചിട്ടുണ്ട്. ഓ ഇതേതാ പണ്ടൊരു സിനിമയിലെ ഡയലോഗ് ഉണ്ടല്ലേ. ഓ ഇതാണ് കൊടുക്കും എന്ന് പറഞ്ഞു വെച്ചിരുന്ന സാധനം അല്ലേ? മറ്റേ നമ്പീശേ കാക്കൻകുയിൽ സിനിമ ഉണ്ടോ? വേണ്ട, നീ പറയണ്ട, മിണ്ടണ്ട. ഇംഗ്ലീഷ് സിനിമകളെ കാണാറുണ്ട്.
അതല്ല, ഓ, ഞാൻ അതിനൊന്നും ഉദ്ദേശിച്ചില്ല. എന്റെ ചെവി അടച്ചു. ഓ, അപ്പൊ ഇതാണ് അമ്പലം ഗൈസ്, കണ്ടില്ലേ? ഇവിടെ നമ്മൾ മുമ്പ് വന്നിട്ടുണ്ട്. ഇവിടെ ഇതാണ് കുളം, കണ്ടേ? തൊഴുതിട്ട് ഇറങ്ങിയിട്ട് ഞാൻ കാണിച്ചത്. ഓക്കെ, നമ്മൾ തൊഴുതിട്ട് വരാം. ഓക്കെ, ഫൈനലി നമ്മൾ ഇവിടുന്ന് തൊഴുതിറങ്ങി ഗൈസ്. കുളത്തിന്റെ ഫ്രണ്ടിൽ വന്നിരിക്കുന്നു. പക്ഷെ ഞാൻ ഇരിക്കുന്ന സ്ഥലം വെയിലാണ്, കുറച്ചുകൂടെ മാറിയിരിക്കും. ഇവിടെ മുഖത്ത് വെയിലടിക്കില്ലേടാ, മുകളിൽ കയറിയിട്ട് ഇഷ്ടം പോലെ മീനുണ്ട് കേട്ടോ. ഇങ്ങനെ എടുത്താണ്. ഓക്കെ, ഞാൻ അവിടെ വെച്ച് നോക്കുന്നത്, ഇവിടെ സെൽഫി എടുക്കും, കിട്ടുന്നുണ്ട്. അയ്യോ, വെയിലൊക്കെ കാണാൻ പറ്റാണ്ടില്ല. റൈറ്റ്നസ് കൂട്ടിയിട്ടാണ്, ഫുള്ള് കണ്ടന്റാണ്. രണ്ടാമത് ആനിയനെന്നല്ലേ പറയൂ. എന്നാ പിടിച്ചോ, സ്റ്റാറ്റസ് ഇടാൻ നോക്കാണ്. ഇട്ടോ സ്റ്റാറ്റസ് ഇടാൻ അറിഞ്ഞുവിടുന്ന എടാ, സ്റ്റാറ്റസ് ഇടാൻ അറിയാം ഏട്ടാ. ഒരു പാട്ട് മാത്രം നീ എടുക്കല് കോപ്പി റൈറ്റ്. ഇവനെ സ്റ്റാറ്റസ് ഇടും, ഇവനെ സ്റ്റാറ്റസ് ഇടാൻ പഠിപ്പിച്ചിട്ട് വരാം. അതൊക്കെ ശരിയല്ലേ? സോക്സ്, ഷൂ, ടൈ കൂടെ കെട്ടാൻ പറ. എക്സിക്യൂട്ടീവ് ലുക്കിൽ അമ്പലത്തിൽ പോകുന്ന ഇത് എക്സിക്യൂട്ടീവ് ലുക്ക്. അവിടെ ട്രെൻഡി ലുക്കിൽ എക്സിക്യൂട്ടീവ് ഞാൻ തെറ്റ് പറഞ്ഞപ്പോ ചേട്ടൻ ഞാൻ അതിലങ്ങ് ആയി പോയി, ശ്രദ്ധിച്ചില്ല. യൂട്യൂബർ ബ്ലോഗർ ബർത്ത്ഡേ ആണെന്ന്. എന്തിനാണ് ചെലവെന്ന്? നോ ചെലവെന്ന്. ഇവിടെ നമ്മുടെ കളിയും തമാശയൊക്കെ പറഞ്ഞ് നമ്മളിത് അമ്പലത്തിൽ നിന്ന് ഇറങ്ങി. നല്ല വെയില്. ഇവന് സ്റ്റാറ്റസ് ഇടാൻ ഗണപതിയുടെ നിങ്ങൾ സോങ് ഇട്ടോ? സെർച്ച് ചെയ്തു. കോപ്പി റൈറ്റ് എടുപ്പിക്കരുത് ഇവിടെ. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി. ഇതാണ് ഔട്ട് സൈഡ് നമ്മൾ നോക്കുമ്പോൾ ഉള്ള വ്യൂ, കണ്ടില്ലേ കുളത്തിന്റെ. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി ഇവിടുന്ന് നേരെ സ്റ്റാൻഡിലോട്ട് പോകണം ഗൈസ്. എന്തൊരു ചൂട് രാവിലെ. അയ്യോ, ഫൈനലി നെടുമങ്ങാട് ബസ് സ്റ്റാൻഡ് എത്തിയിരിക്കുകയാണ്. ഓക്കെ, ഇവിടുന്ന് സ്റ്റാൻഡിൽ കയറുക, ബസ് പിടിക്കുക, നേരെ വീട്ടിലോട്ട് പോകും. കട്ട വെയിൽ, ഒരു രക്ഷയില്ലാത്ത വെയിൽ. അപ്പോൾ അവിടെ ബ്ലോക്ക് ആയത് നമുക്ക് ഇവിടെ വെച്ചാണ്. അവിടെ ബ്ലോക്കായി കേട്ടു. രാവിലെ ഒടുക്കത്തെ വെയിൽ. തലമുടിയിൽ ബാഗൊക്കെ പോകും, വെയിലുണ്ട്. ബസ്സിൽ കയറിയിട്ട് ഓക്കെ ഗൈസ്, അവിടെ ബസ് കിടക്കുന്നത്. അതിൽ കയറാൻ പോകാൻ അതിൽ കയറാനായിട്ട് ഞാൻ പോകണം. കയറിയിട്ട് ഇനി എത്ര ടൈം ഇരിക്കണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും കയറാം. ബാക്ക് സീറ്റിൽ അവിടെ ഒരു ബസ്സിൽ നിന്ന് ഇങ്ങനെ വ്ളോഗ് ചെയ്യാൻ പറ്റൂടാ? ആരെങ്കിലും ഉണ്ട്? നമ്മൾ പക്ഷെ ഇവിടെ ഇരുട്ടാണ്, ഫ്രെയിം മൊത്തം ഇരുട്ട്. ഒറ്റ വരയില്ല നമ്മളെ ബസ്സിൽ വരെ. ആകെ ഞാനും സിവിയും മാത്രമുണ്ട്. എടാ ഇരുട്ടടാ അവിടെ, ഇരുട്ട്. അവിടെ ഇപ്പൊ വെയിൽ വരും. ഇവിടെ എങ്ങനെ ഇരിക്കാം? ഇവിടെ തണലുണ്ട്. ഇവിടെ ആകുമ്പോ ഇറങ്ങാൻ എളുപ്പമുണ്ട്. വെയിൽ ഓടിക്കുമല്ലോ വെയില്. അവിടെ ആകുമ്പോ തോണ്ടാണ് വെയിൽ തോടും. ഓക്കെ, അങ്ങനെ ഈ ബസ് ഇപ്പോഴും എടുക്കുകയുണ്ടോ ഇനി എങ്ങനെയെന്ന് അറിഞ്ഞൂടാ. ഓക്കെ, എപ്പോഴും നമുക്ക് വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്തിട്ട് നേരെ വീട്ടിൽ പോകാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എവിടെയെങ്കിലും പോകണമെങ്കിൽ പോവാം. എവിടെയെങ്കിലും പോകണമെങ്കിൽ നമുക്ക് പോവാം, അല്ലെങ്കിൽ ബസ് ഇരിക്കാം. ബസ് ഇരുന്നിട്ട് നേരെ വീട്ടിൽ പോവാം. ഗായ്സ്, അങ്ങനെ നമ്മൾ ഫൈനലി വീടെത്തിയിരിക്കുകയാണ്. അയ്യോ, അത്രയും നടന്ന് ഊപ്പാടാ ചേട്ടാ. സ്റ്റോപ്പിൽ നിന്ന് ഇതുവരെ നല്ല വെയിലായിരുന്നു. അതുകൊണ്ട് മൊത്തത്തിൽ ഒന്ന് വേർത്ത് കുളിച്ചാണ് വന്നത്. പിന്നെ ഇതിനിടയ്ക്ക് സിബിയെ ബൈ പറഞ്ഞു വിട്ടായിരുന്നു ഗൈസ്, ഫാമിലി. ഓക്കെ, അങ്ങനെ അതായിരുന്നു സംഭവം. അപ്പോൾ ഇനി വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് വെള്ളം കുടിക്കണം. പിന്നെ നെക്സ്റ്റ് പരിപാടി എന്ന് പറഞ്ഞാൽ വീഡിയോ ഒന്ന് എഡിറ്റ് ചെയ്യണം. അതിനിടയ്ക്ക് എനിക്ക് നിങ്ങളുടെ അടുത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. ഓക്കെ ഗൈസ്, ഇന്ന് മുതൽ ഞാൻ ഒരു നിർണായക തീരുമാനം എടുക്കുകയാണ്. ഡെയിലി വ്ളോഗ് 2 തവണ ഞാൻ ഡെയിലി വ്ളോഗ് ചെയ്യാൻ വേണ്ടി തീരുമാനം എടുക്കും. 2 തവണ പോയില്ലേ, ഇത് 3ാമത്തെ അറ്റംപ്റ്റ്. അതായത് ഒന്നിപ്പഴിച്ച 3 പറഞ്ഞില്ല, ഇത് 3ാമത്തെ അറ്റംപ്റ്റ് ആണ്. ഇനിയെങ്കിലും ഡെയിലി വ്ളോഗ് കറക്റ്റ് ആയിട്ട് കൊണ്ടുപോകണം എന്ന് എനിക്ക് തന്നെ പ്രോമിസ് കൊടുക്കുകയാണ്. അത് വേണം, കറക്റ്റ് ആയിട്ട് കൊണ്ടുപോകണം എന്നുള്ള ഒരു വ്യക്തമായിട്ടുള്ള തീരുമാനം ഞാൻ എടുത്ത്. സോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്ന് ഇതിന് ഒരു സ്റ്റാർട്ടിങ് കുറിക്കുന്നത്. ഇതിന് മുമ്പേ ഉള്ള വ്ളോഗുകൾ നിങ്ങൾ കണ്ടു കാണും. പക്ഷെ ഇന്ന് തൊട്ടാണ് ഞാൻ യഥാർത്ഥത്തിൽ ആ ഒരു തീരുമാനം എടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നത്. ഇതിന് എനിക്ക് ഇൻസ്പയർ ആയിട്ട് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വൺ പീസ് ആണ് കൈ. കുറച്ച് ദിവസമായി വൺ പീസ് കണ്ടു തുടങ്ങി, അനിമി. അപ്പൊ അതിൽ ലൂഫി എന്നുള്ള ക്യാരക്ടർ പറയുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ എനിക്ക് കടൽ കൊള്ളക്കാരുടെ കിങ് ആവണമെന്നാണ് പറയുന്നത്. എപ്പോഴും ആ പുള്ളിയുടെ ഡ്രീമിനെ കുറിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ ആയിട്ട് തോന്നി. അപ്പോൾ ഡെയിലി അതിന് കൺസിസ്റ്റന്റ് ആയിട്ട് എപ്പോഴും അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്റെ ഡ്രീം എന്താണെന്ന്. അപ്പോൾ ആസ് എ ഡ്രീമർ എനിക്കും അത് ഭയങ്കര ഇൻസ്പിറേഷനായി. ഡെയിലി വ്ളോഗ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രചോദനമായി. നമ്മുടെ കൈകളിൽ ഒന്നും ഇല്ലെങ്കിലും എന്താണ്, നമുക്കൊരു ഡ്രീം ഉണ്ടെങ്കിൽ അത് അച്ചീവ് ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റും എന്നുള്ളൊരു തോന്നൽ എനിക്ക് ആ ഒരു അനിമിയിലെ കുറച്ച് പാർട്ടുകൾ കണ്ടപ്പോൾ മനസ്സിലായി. എന്നാലും ഇനി ഡെയിലി ഞാൻ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ ചെയ്യും. ഒന്ന് വർക്കൗട്ട്, ഒന്ന് ഡെയിലി വ്ളോഗ്, ഒന്ന് വൺ പീസിന്റെ ഒരു 2-3 എപ്പിസോഡ്. ഡെയിലി 3 സംഭവം ഞാൻ ചെയ്തിരിക്കും. കറക്റ്റ് ആയിട്ട് ഇത് ഫോളോ അപ്പ് ചെയ്ത് പോവുകയും വേണം. ഇപ്പൊ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഹെവി ആയിട്ടുള്ള കണ്ടന്റ് ആയിരിക്കില്ല. എന്റെ ഒരു ലൈഫ് സ്റ്റൈൽ കണ്ടന്റ് വ്ളോഗുകളായിരിക്കും, സിമ്പിൾ ആയിട്ടുള്ള വ്ളോഗുകളായിരിക്കും ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ അങ്ങനത്തെ വ്ളോഗുകളായിരിക്കും. അപ്പൊ എന്റെ ഇപ്പൊ ഫോളോ ചെയ്ത് നിങ്ങളുടെ സപ്പോർട്ട് ഉറപ്പായിട്ട് ഉണ്ടായിരിക്കണം. അതുകൂടെ ഉണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ഈ ഒരു കമ്മ്യൂണിറ്റി നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും. ഇനി ഷോർട്സ് ഇടുന്ന അതിന്റെ ഫണ്ട് എല്ലാം കുറവായത് കൊണ്ടാണ്
എനിക്കിപ്പോൾ ഫിനാൻഷ്യലി അത്രയും ഹെവി ആയിട്ടുള്ള വ്ളോഗ് ചെയ്യാൻ പറ്റാത്തത്. അതും ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ലോങ് വീഡിയോയ്ക്ക് വ്യൂ വരണം. അതിൽ നിന്ന് ഏണിങ്സ് വന്നാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു റവന്യൂ ജനറേറ്റ് ചെയ്ത് നല്ല വ്ളോഗുകൾ, നല്ല കിഡിലുമായിട്ടുള്ള വ്ളോഗുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ അങ്ങനെയുള്ള പ്രശ്നങ്ങളും ഉണ്ട്. അപ്പൊ ഇതെല്ലാം ഞാൻ തുടങ്ങുന്ന ഏറ്റവും ബേസിക് പോയിന്റിൽ നിന്നാണ് തുടങ്ങുന്നത്. ഇവിടുന്ന് ഈ എന്റെ ഒരു ഡെയിലി വ്ളോഗ് കാണുന്ന നിങ്ങൾക്ക് ഇപ്പൊ ഈ ഒരു നിമിഷം തൊട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. സ്റ്റാർട്ടിങ് ഫ്രം സീറോ എന്നാണ് ഞാൻ തുടങ്ങുന്നത്. ഇത് ഏതുവരെ പോകും നമുക്ക് നോക്കാം. ഡെയിലി വ്ളോഗ് എന്തായാലും ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇടാനായിട്ട് തീരുമാനിച്ചു. ഇനി അതിൽ ഒരു മാറ്റവും ഇല്ല, ഒരു കോംപ്രമൈസും ഇല്ല. ഡെയിലി വീഡിയോ വന്നിരിക്കും. ഇപ്പൊ കറണ്ട് വല്ലതും പോയി എഡിറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ മാത്രമേ അതിനൊരു ഒരു ലിമിറ്റേഷൻ വരുള്ളൂ. അല്ലാതെ ബാക്കി എല്ലാ ദിവസവും എന്തായാലും ഞാൻ വ്ളോഗ് എടുത്ത് അത് ചെയ്തിരിക്കും. മാക്സിമം എല്ലാ ദിവസവും അപ്ലോഡ് ചെയ്യാനായിട്ടും അതിന് അതിന് എന്റെ ഭാഗത്തു നിന്നുള്ള 100% എഫേർട്ട് അതിനെ ഞാൻ ഇട്ടിരിക്കും. അത് ഞാൻ എന്തായാലും തീരുമാനിച്ചു. ഇനി അതിലൊരു മാറ്റവും ഇല്ല. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ഇവിടുന്ന് ഈ ഒരു ജേർണി നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം, മുന്നോട്ട് പോവുകയാണ്. സോ ഇന്ന് എന്തൊക്കെ ചെയ്യണം? നമ്മൾ വർക്കൗട്ട് ചെയ്യണം. ഡെയിലി വ്ളോഗ് നമ്മൾ കണ്ടിന്യൂ ചെയ്ത് നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ അതിന്റെ പാർട്ട് നമ്മൾ തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പൊ വർക്കൗട്ടാണ്. ഇപ്പൊ ടൈം വന്നിട്ട് എത്ര? ഇപ്പൊ ടൈം 12:38. സോ ആ ഒരു സ്ട്രോങ് മെന്റാലിറ്റി എനിക്ക് വേണമെന്ന് എനിക്ക് ഇപ്പം തോന്നുന്നുണ്ട് ഗൈസ്. അപ്പൊ അത് ബിലീവ് ചെയ്ത് നമുക്ക് അത് ചെയ്യാം. നമ്മുടെ ഡ്രീം എന്ത് തന്നെയായാലും നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു ഉറപ്പ് എനിക്കിപ്പം തോന്നുന്നുണ്ട്. സോ ഡെയിലി നമ്മൾ അതിനുവേണ്ടി കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുക. അത് മാത്രമാണ് അതിനുള്ള ഏക പോം വഴി. നമ്മളിവിടെ തുടങ്ങിയാണ് ഗൈസ്. പുതിയൊരു ഇറ ഇവിടെ തുടങ്ങിയാണ്. ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഇന്നലെ ഞാൻ കുറച്ച് വ്ളോഗ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഗൈസ്. അപ്പൊ അത് എഡിറ്റ് ചെയ്യാനുണ്ട്. അതിനെ എഡിറ്റ് ചെയ്ത് ഒന്ന് സെറ്റ് ആക്കി എടുക്കണം. പിന്നെ ഇന്ന് ഷോർട്സും ഷൂട്ട് ചെയ്യാനുണ്ട്. പിന്നെ എല്ലാ പരിപാടിയും കിടക്കുകയാണ്. അപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്ത് സെറ്റ് ആയിട്ട് വരാം ഗൈസ്. ഓക്കെ, ഇത് കണ്ടായിരുന്നു. ഞാൻ ഇത് മുന്നേ വാങ്ങിച്ച അലമാരയാണ്. ഇത് സംഭവം ഒരു അലമാരയാണ്. ഇതാ ഈ കിടക്കുന്ന നടപ്പുണ്ട്, പൊളിഞ്ഞു കൊണ്ടുപോയി. അതുകൊണ്ട് ഇതിന്റെ ഈ തുണി കംപ്ലീറ്റ് ഇളകിപ്പോയി. അതുകൊണ്ട് ഞാൻ എന്റെ ഡ്രസ്സുകൾ മൊത്തം എന്താ ഈ കസേരയിലാണ് ഇട്ടിരിക്കണം. ദിസ് ഈസ് പവർ മോട്ടോ 1 ഐഡിയ ലൈഫ്. അപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ ഒരു സംഭവം ഞാൻ കണ്ടിട്ട് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാന്ന് വെച്ചാൽ. ഇതാ കണ്ടില്ലേ, ടൈം ലൈനിൽ ഇതാ 2:56 ഇതാ എഡിറ്റ് ചെയ്ത് കംപ്ലീറ്റ് ആക്കി. ഇപ്പൊ ടൈം എന്ന് പറഞ്ഞാൽ ഇതാ നോക്കിയോ 2:05. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഫുഡ് കഴിക്കട്ടെ. ഫുഡ് വന്ന് കഴിക്കും. ഇതാ കേട്ടല്ലേ, ഫുഡ് നേരത്തെ വന്ന്. ഞാൻ എഡിറ്റ് ചെയ്യണോണ്ട് സാമ്പാർ, ഇന്നലത്തെ മീൻ കറിയാണ് കേട്ടോ, തോരൻ, മാങ്ങാച്ചോറ്. അപ്പോൾ ഞാൻ പോയി ഒന്ന് കൈ കഴുകി സെറ്റ് ആയിട്ട് വന്നിട്ട് നമുക്ക് ഇത് കഴിച്ചോടാൻ ഗൈസ്. വയറെപ്പോഴും ഓൾറെഡി നല്ല വിശപ്പായി. ഓക്കെ ഗൈസ്, വിശപ്പടിച്ചു. കുറച്ച് സാമ്പാറും എടുത്ത്, കുറച്ച് തോരനും എടുത്തിട്ട് കുറച്ച് ഞാൻ അവിടെ എടുക്കാൻ മതി. ഒരു പീസ് മാങ്ങ സീസൺ ആയതുകൊണ്ട് മാങ്ങയ്ക്ക് ഒരു കുറവുമില്ല. ഇനി കഴിച്ചോ. അടിപൊളി. സാമ്പാറിൽ ഉപ്പ് കറക്റ്റ് ആയതുകൊണ്ട് ആ മാങ്ങയുടെ ഫ്ലേവർ കറക്റ്റാണ് നമുക്ക് എടുത്തറിയാൻ പറ്റും. നമുക്ക് അടുത്ത റൗണ്ടിലൂടെ പോവാം. കുറച്ച് തോരനോട് വയ്ക്കാം. തോരൻ ഹെവി ആയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ അടിപൊളിയായിരുന്നു. പണ്ട് ഇത് കണ്ടു തുടങ്ങിയാൽ പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തുക. നമ്മുടെ ഡ്രീമിനെ കുറിച്ച് എപ്പോഴും തിങ്ക് ചെയ്യുക. ആ ഒറ്റ കാര്യത്തില് എന്തോ ഓട്ടോയിൽ ഞാൻ 2-3 എപ്പിസോഡ് അത് കണ്ടു തുടങ്ങിയെങ്കിലും 2-3 എപ്പിസോഡ് ഞാൻ കണ്ടു തുടങ്ങിയെങ്കിലും ഇപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇൻസ്പിറേഷനാണ് കേട്ടോ. നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു പ്രവൃത്തിയിൽ നമുക്ക് ഇൻസ്പിറേഷനാണ്. വാങ്ങണ അപ്പൊ ഞാൻ ഒന്ന് കഴിച്ച് സെറ്റ് ആയിട്ട് വരാം ഗൈസ്. ഇനി കുറച്ച് പരിപാടികളുണ്ട് ഇന്നത്തെ ഡേയില്. ഓക്കെ, ടൈം ഇപ്പൊ 4:53 ആയി. നല്ല മഴക്കോളുണ്ട് കേട്ടോ. ഞാൻ പറയാൻ വന്ന സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ നമുക്കൊരു കമന്റ് മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇഫ് യു ക്യാൻ കംപ്ലീറ്റ് 30 DT 60S ചാലഞ്ച് ദെൻ ട്രൈ ടു കംപ്ലീറ്റ് ദിസ്. യു ഹാവ് ടു ഡു വർക്ക്ഔട്ട് ഡെയിലി ആ നെക്സ്റ്റ് 30 days. 30 ദിവസം 1 മണിക്കൂർ വെച്ച് വർക്ക്ഔട്ട് ചെയ്യാനുള്ള ഒരു ചലഞ്ചാണ് എനിക്ക് തന്നത്. അപ്പൊ അത് കംപ്ലീറ്റ് ചെയ്യണം. പക്ഷെ ഞാൻ ആ സംഭവം ചെയ്യുന്ന ഷോർട്സ് ആയിട്ട് ചെയ്തിടാന്നാണ് വിചാരിക്കുന്നത്. അതായത് 30 ദിവസത്തെ അപ്ഡേറ്റ് ഷോർട്സ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിടാം. അപ്പൊ നമ്മുടെ ഡെയിലി വ്ളോഗിന്റെ പാർട്ടിൽ ഈ ഒരു വർക്ക്ഔട്ട് സംഭവം കൂടെ വരും. അത് ഡെയിലി ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യാനാണ് ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് ആ വഴിക്ക് പോവുകയും ചെയ്യും. നമുക്ക് ആ ചലഞ്ച് കംപ്ലീറ്റ് ആക്കാൻ പറ്റും. പക്ഷെ ഞാൻ 30 days എന്നുള്ളത് അത് ഇനി ഡെവലപ്പ് ചെയ്ത് 30 daysന്റെ ചലഞ്ച് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത് അതിനെ ഡെവലപ്പ് ചെയ്ത് എടുത്തിട്ട് എല്ലാ ദിവസവും ചെയ്യണം. ഓക്കെ, വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡെയിലി ലൈഫിലെ പ്ലാൻ പോലെയാണ്. ഡെയിലി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. നമ്മൾ പല്ലിക്കണേ കുളിക്കണേ പോലെ ഡെയിലി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമായതുകൊണ്ട് നമ്മൾ ഡെയിലി ചെയ്തു പോകാം. സോ ഇന്ന് തൊട്ട് 30 ദിവസത്തേക്ക് നമ്മൾ ഈ ഒരു ചലഞ്ച് ഏറ്റെടുക്കണം. അതേപോലെ തന്നെ അത് ഷോർട്സ് ആയിട്ട് വരെയുള്ളൂ. ഓക്കെ, ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പൊ നമ്മൾ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അല്ല, ടൈം ഇപ്പോ 10:30 മണിയായി ഗൈസ്. ഞാൻ ഫുഡ് കഴിച്ച് അനിമിയുടെ 3 എപ്പിസോഡ് കംപ്ലീറ്റ് ആക്കി. ഇന്നത്തെ എക്സസൈസ് കംപ്ലീറ്റ് ആക്കി. സോ ഇന്ന് ചെയ്യുന്ന നമ്മുടെ ടാസ്ക് എല്ലാം കംപ്ലീറ്റ് ആക്കി ഫിനിഷ് ആയി. ഇപ്പൊ ഒരു സമാധാനമുണ്ട്. സോ ഇനി ഈ വീഡിയോ എഡിറ്റ് ചെയ്യണം. അതാണ് നെക്സ്റ്റ് പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ മൊത്തത്തിൽ ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു ഡേ ആയിരുന്നു ഗൈസ്. നമ്മൾ അമ്പലത്തിൽ പോയി, പിന്നെ അതുകൊണ്ട് ഇനി വരെയുള്ള ഒരു എൻറ്റയർ ഡേ വാട്ട് ചെയ്യാൻ ഗൈസ്. മൊത്തത്തിൽ ഇന്നത്തെ ഒരു ഡേയിൽ എനിക്ക് പഠിക്കാൻ പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം ചെയ്യുക. അതെന്ത് സംഭവമായാലും ഇപ്പോഴാണ് നമ്മുടെ ടൈം. So just do it. One day, one vlog, one idea. One idea can change your life. This is PX signing off. Okay, അപ്പോൾ നാളെ വീണ്ടും കാണാം guys. Peace.